വിജയ് ഫാൻസ് പോലും മറന്ന ഒരു സിനിമയുണ്ട് ജനനായകൻ. മറന്നതാണോ, ഓർക്കാൻ ആഗ്രഹമില്ലാത്തതാണോ, അതോ ഇനി ഓർത്താൽ വിഷമമുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ജനനായകനുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളില്ല, സമൂഹ മാധ്യമങ്ങളിൽ മീംസ് ഇല്ല, വിജയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളില്ല, സിനിമ 100 കോടി അടിക്കുമോ 500 കോടി അടിക്കുമോ എന്നുള്ള ടോക്കുകളില്ല, മമിത ബൈജുവിൻ്റെ നാളെയുള്ള ട്രോളുകളില്ല. ഒന്നുമില്ലാതെ എങ്ങനെയോ കിടക്കുകയാണ് ജനനായകൻ. ഒരുപക്ഷെ ഈ സിനിമയുടെ റിലീസ് ജനുവരി 9-ാം തീയതിയാണെങ്കിൽ ഇപ്പോഴത് OTT-യിലൊക്കെ വന്ന് OTT-യിലെ വിശകലനങ്ങളൊക്കെ നടക്കേണ്ട സമയം കൂടിയാണിത്. എന്തായാലും ജനനായകൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്ന് പലരും അതിന് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങും എത്തില്ല എന്ന് മനസ്സിലായതിനു ശേഷം പല ആളുകളും ഈ സിനിമ അങ്ങ് മറക്കാൻ തുടങ്ങിയെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ പോലും പലരുടെയും ഉള്ളിൽ ഇപ്പോഴും ജനനായകൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്കൊക്കെ ആയിട്ട് മുന്നേ വന്നൊരു അപ്ഡേറ്റാണിത്. ഏപ്രിൽ 30-ന് ശേഷം മാത്രമേ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ആ അപ്ഡേറ്റ് വന്നത് ഒരു നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ്. ആ സിനിമ എന്തായാലും ഏപ്രിൽ 30 വരെ റിലീസിനെത്തില്ല എന്നുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ലെറ്റർ പാഡാണ് അതിന് ആധികാരികമായിട്ടുള്ള ടോക്കുകളിലേക്ക് വന്നത്. അല്ലാതെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആരും തന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ആ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. ജനനായകൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ KVN പ്രൊഡക്ഷൻസ് കേസ് പിൻവലിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾക്ക് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റുകളും പുറത്തു വന്നിട്ടില്ല. KVN നിലപാട് എന്താണ്, സ്റ്റാൻഡ് എന്താണ്, അല്ലെങ്കിൽ ഇത് വീണ്ടും ഇനി സെൻസർ ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ റിവൈസിംഗ് കമ്മിറ്റി ഇനി എന്ന് ഈ സിനിമ കാണും, ഒരു തരത്തിലുമുള്ള മറുപടിയില്ല. സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുമുള്ള മറുപടിയില്ല. പക്ഷേ ഇനി ജനനായകൻ റിലീസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഈ ജനനായകൻ എന്ന സിനിമ എന്തുകൊണ്ട് റിലീസ് ചെയ്തു എന്നതിലാണ് നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നിൽക്കുന്നത്. ജനനായകൻ എന്തുകൊണ്ടാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ, അല്ലെങ്കിൽ എന്തിനാണ് ഈ സിനിമ തന്നെ മൗണ്ട് ചെയ്തത് വിജയ് എന്തിനാണ് ഈ സിനിമയുടെ ഡയലോഗ്സ് എഴുതിയത്, വിജയ് എന്തിനാണ് ഇതുപോലൊരു ട്രെയിലർ പടച്ചു വിട്ടത്? ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് TVK-യാണ്, ഇലക്ഷൻസാണ്. വിജയ് ബാക്കിയുള്ള എല്ലാ സിനിമകളും ജനങ്ങൾക്ക് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, തൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിജയ്ക്ക് തന്നെ അറിയാം വിജയ് എന്ന രാഷ്ട്രീയക്കാരന് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മൈലേജിങ്ങും ബൂസ്റ്റിങ്ങുമാണ് ജനനായകൻ എന്ന സിനിമ. അത് തൻ്റെ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിജയ് ഉപയോഗിച്ചാലും അതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അത് റിലീസ് ചെയ്യാനുള്ളൊരു ടൈം പൊങ്കലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ അടിയിൽ നിന്നും ഇതുവരെ ജനനായകൻ ടീം എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഫെബ്രുവരി മാസമായി, ഫെബ്രുവരിയും കഴിയാറായി, ഫെബ്രുവരി 19-ലേക്ക് എത്തി നിൽക്കുന്നു. എന്നിട്ട് പോലും ജനനായകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും KVN പ്രൊഡക്ഷൻസിന് നൽകാൻ കഴിയുന്നില്ല. ദളപതി വിജയ്ക്ക് നടക്കാനും കഴിയുന്നില്ല. ഏകദേശം ഒരു 500 കോടിയോളം രൂപ ചെലവിൽ റിലീസ് ചെയ്ത ചിത്രം. അതിനുശേഷം ഇപ്പോൾ തന്നെ സാമ്പത്തികമായി പല നഷ്ടങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, KVN പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ടോക്സിക് ആണ്. അത് 19-ാം തീയതി മാർച്ചിന് റിലീസാകാൻ പോവുകയാണ്. ഇന്ന് ഫെബ്രുവരി 19, അടുത്ത മാസം മാർച്ച് 19-ന് ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ KVN സ്വാഭാവികമായിട്ടും ടോക്സിക്കിന് പിന്നാലെ പോയേ പറ്റൂ. കാരണം അതൊരു വലിയ പടമാണ്. ഗീതു മോഹൻദാസിൻ്റെ സംവിധാനം, യാഷ് നായകൻ. അപ്പോൾ അതൊരു വലിയ സിനിമയാണ്, അതൊരു വലിയ ബഡ്ജറ്റിൽ മൗണ്ട് ചെയ്ത സിനിമയാണ്. അത് വെറുതെ കളയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സിനിമകളുടെ പിന്നാലെ പോകും. അപ്പോൾ ജനനായകൻ്റെ അവസ്ഥ എന്താവും അറിയില്ല. മാത്രമല്ല തമിഴ്നാട്ടിൽ ഇനി ഇലക്ഷൻസാണ് ഇനി ഇലക്ഷൻസാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നൽകുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ് ഇന്ന തീയതിയിൽ ഇലക്ഷൻസ് നൽകാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ പിന്നെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. കാരണം TVK എന്ന പാർട്ടി വിജയ് അവിടെ കണ്ടസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വിജയ് കണ്ടസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു തരത്തിലുമുള്ള വർക്കുകളോ ഒന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ അപ്പോഴും റിലീസ് ചെയ്യാൻ കഴിയില്ല. ഈ സിനിമ എന്തിനാണ്? ഈ സിനിമ വിജയുടെ രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ്. അല്ലാതെ ഇത് ഭഗവൻ കേസരിയുടെ ഒഫീഷ്യൽ റീമേക്ക് മാത്രമല്ല. ഇത് വിജയ്ക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയിട്ടും വിജയ്ക്ക് കൃത്യമായി വിജയുടെ പൊളിറ്റിക്സ് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് ജനുവരി 9 കൃത്യമായ ടൈമായിരുന്നു. ആ സമയത്ത് ഈ സിനിമ സംസാരിക്കുന്നു, പൊളിറ്റിക്സ് സംസാരിക്കുന്നു, അങ്ങനെ സംസാരിച്ച് വേർഡ് ഓഫ് മൗത്തിലൂടെ സംസാരിച്ച് OTT-യിൽ വരുന്നു. വീണ്ടും ഈ സിനിമ സംസാരിച്ച് ഈ സിനിമയുടെ ഇലക്ഷൻ സമയം തമിഴ്നാട്ടിലേക്ക് വരുന്നു. ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ പല വോട്ടുകളും TVK-യിലേക്കോ വിജയിലേക്കോ എത്തിപ്പെടാം. അങ്ങനെ കൃത്യമായ ചാർട്ടിംഗ് ആയിരുന്നു. പക്ഷേ ഇനി ഇത് ഇലക്ഷന് ശേഷമാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ സിനിമയുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു, അതിന് നടപ്പിലാവില്ല. അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഈ സിനിമയുടെ ഔട്ട് എന്താണ്, അല്ലെങ്കിൽ വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക എന്തായിരുന്നു ജനനായകൻ്റെ ഉദ്ദേശം. അത് ഇലക്ഷന് ശേഷം ആളുകൾ കണ്ടിട്ട് എന്താണ് കാര്യം? അതായത് പ്രചരണ പരിപാടികൾ ഇലക്ഷന് മുന്നേ അല്ലേ നടക്കേണ്ടത്, ഇലക്ഷന് ശേഷം ആരെങ്കിലും പ്രചരണം നടത്തുമോ? അതുപോലെ തന്നെയാണ് ജനനായകൻ ഒരു പ്രചരണാർത്ഥത്തിൽ എടുത്തൊരു സിനിമയാണ്.
അത് ഇലക്ഷന് ശേഷം റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ജനനായകൻ ഇനി റിലീസ് ചെയ്തിട്ട് കാര്യമില്ല എന്നത് പറയുന്നത്. അല്ലെങ്കിൽ ആസ് എൻ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആസ് എ ഫിലിം ഈ സിനിമ കാണുക, കണ്ടിട്ട് ഇറങ്ങുക, മറക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയാക്കി വന്നേനെ ജനുവരി 9 ഈ സിനിമ റിലീസ് ചെയ്തിരുന്നെങ്കിൽ. അല്ലാത്ത പക്ഷം ഈ സിനിമ ഇലക്ഷന് ശേഷം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മാറാൻ പോകുന്നില്ല. മാത്രമല്ല ടി വിക്ക് ഇനി എന്തൊക്കെ സീറ്റുകൾ വിജയ് ജയിക്കുമോ, അല്ലെങ്കിൽ ടി വിക്ക് ഭരിക്കുമോ, ഒരു അലയൻസ് ഉണ്ടാകുമോ, DMK തന്നെ വീണ്ടും റൂളിംഗ് പാർട്ടി ആകുമോ, ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുകയാണ്. അതിനിടയിൽ TVK പോലൊരു രാഷ്ട്രീയ പാർട്ടി വന്ന് തമിഴ്നാട് പോളിറ്റിക്സ് തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ലെവലിലേക്ക് മാറുമോ എന്നത് പലരും ഉറ്റുനോക്കുകയായിരുന്നു. അതെല്ലാം പോയി. അതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനത്തെ ആണിയായിരുന്നു ജനനായകൻ. അതിതാ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുകയാണ്. സോ അൾട്ടിമേറ്റ്ലി ഈ സിനിമ ഇലക്ഷന് ശേഷമാണ് വരാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ്. തമിഴ്നാട്ടിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ കൗണ്ടിങ്ങും കഴിഞ്ഞ് മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യുള്ളൂ, തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ. ഉറപ്പിച്ചു പറയാം. അതോടെ ഈ സിനിമയുടെ ഉദ്ദേശം തന്നെ മാറി. ഈ സിനിമ പിന്നീട് ആളുകൾ കണ്ടിട്ട് ഒരു കാരണവുമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ആരാധകർ ഈ സിനിമയെക്കുറിച്ച് ചോദിക്കാറില്ല, അവരൊന്നും അറിയാറില്ല. ഇപ്പോൾ പലരും തെരിയുടെ റീ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫെബ്രുവരി 27 തെരിയുടെ റീ റിലീസ് നടക്കാൻ പോവാണ്. ഗില്ലി റീ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്ലാൻ ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ പല വിജയ് സിനിമകളുടെയും റീ റിലീസുകളുടെ പുറകെ ഇപ്പോൾ ആരാധകർ മാറി നിൽക്കുമ്പോഴാണ് ദി ഒറിജിനൽ ഫിലിം ജനനായകൻ ഇപ്പോഴും പെട്ടികൾ നിൽക്കുന്നതും എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ടെന്നില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും മാറുന്നത്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ജനനായകൻ അപ്ഡേറ്റ് ചോദിക്കുന്നവർക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കേണ്ട, കാത്തിരുന്ന് നേരം വെളുപ്പിക്കണമെന്നുമില്ല. വരാനുള്ളതാണെങ്കിൽ വരും. അതും വരുന്നതൊക്കെ തമിഴ്നാട്ടിൽ പല പല സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ ഈ സിനിമ ഇനി വെള്ളിത്തിരയിലേക്ക് എത്തുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.